ഹലോ ഗൈസ്, അങ്ങനെ ആപ്പിളിൻ്റെ ഒരു അടുത്ത സീരീസ് ബഡ്ജറ്റ് ഫോൺസ് ഉണ്ട്. ബഡ്ജറ്റ് ഫോൺസ് എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് ഫോൺസുകളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ആപ്പിൾ അങ്ങനെ ബഡ്ജറ്റ് ഫോണുകൾ വളരെ കുറവാണ് ഇറക്കുന്നത്. ആകെ 1, 2, 3 ഇറക്കിയിട്ടുള്ളൂ. അതിലെന്ന് വെച്ചാൽ ആദ്യം ഇറങ്ങിയ ആപ്പിളിൻ്റെ ബഡ്ജറ്റ് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5C ആയിരുന്നു. പിന്നാണ് ഐഫോൺ SE വന്നത്. അത് കഴിഞ്ഞ് SE2 വന്നു. അത് കഴിഞ്ഞ് SE3 വന്നു. ഇനി വരാൻ പോകുന്നത് SE4 ആണ്. അതിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ ഐഫോൺ SEയിൽ വരാൻ പോകുന്നത് ഈ വർഷം ഒരു OLED പാനൽ തന്നെയാണ് വരാൻ പോകുന്നത്. നമ്മൾ ഐഫോൺ 14 യൂസ് ചെയ്ത സെയിം ചേസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പുതിയൊരു ഡിസൈൻ എടുക്കുമ്പോഴത്തേക്കും അതിന് കുറേ കോസ്റ്റ് കൂടുതലായിരിക്കും. ഇതൊരു അഫോർഡബിൾ ഫോൺ ആയിരിക്കും. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോഡലിൻ്റെ ഒരു ഡിസൈൻ ആയിരിക്കും അവർ ചൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയേ വരത്തുള്ളൂ. എന്തായാലും 14 ആയിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. 14ൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ പോലെ നോച്ച് ആയിരിക്കും വരാൻ പോകുന്നത് ഐഫോൺ SE 4th ജനറേഷനിൽ. കാരണം ഒരു OLED പാനലാണ് വരാൻ പോകുന്നത്. എഡ്ജസ് നല്ല രീതിയിൽ കയറി ആയിരിക്കും. കാരണം ബഡ്ജറ്റ് ഫോണല്ലേ, അപ്പം അതിൻ്റേതായ കോസ്റ്റ് കട്ടിങ് അവിടെ കാണും. ആയിട്ട് നല്ല രീതിയിൽ കോസ്റ്റ് കട്ടിങ് അതിൻ്റേതായ രീതിയിൽ അവിടെ കാണും. പിന്നെ 60 ഹെഡ്സിലായിരിക്കും വരാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് ഫോൺ അല്ലേ. ഒരിക്കലും 120 ഹെഡ്സ് കഴിഞ്ഞ് വരാൻ പോകുന്ന 17 സീരീസുകളായിരിക്കും. 17 Pro. ഡിസ്പ്ലേ ഈസ് പ്രെറ്റി ഗുഡ്. കാരണം നോച്ച് സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് 14ലെ സെയിം ഫ്രണ്ട് ക്യാമറ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം ഫേസ് ID അത് തന്നെ ആയിരിക്കും. 12 മെഗാപിക്സലിൻ്റെ സെയിം സെൻസർ തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ലൊരു സെൻസറാണ്. റിയലിൽ ഒരു 12 മെഗാപിക്സൽ തന്നെ കാണും. 12 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ സെൻസർ തന്നെ കാണത്തുള്ളൂ. നമ്മൾ SEയിൽ യൂസ് ചെയ്തതിൻ്റെ ഒരു ഇപ്പോഴത്തെ 14ൽ യൂസ് ചെയ്ത ഏതെങ്കിലും ഒരു സെൻസർ, 14ൽ 2 സെൻസർ ഉണ്ടായിരുന്നു. അതിൽ ഒരു 12 മെഗാപിക്സൽ സെൻസർ ഇതിൽ കാണും. ക്യാമറയുടെ കാര്യം ഓക്കെ, 4K 60 FPS എടുക്കാം. ഫ്രണ്ടിൽ നമുക്ക് 4K 60 FPS കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഫുൾ HD വരെ സപ്പോർട്ട് കാണത്തുള്ളൂ. മിക്കവാറും ബഡ്ജറ്റ് ഫോൺ ആൻഡ് ആപ്പിൾ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി ഫ്രണ്ടിൽ ഫുൾ HD കൊടുക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ വരാൻ പോകുന്നത് USB-C പോർട്ട് ആയിരിക്കും വരാൻ പോകുന്നത്. USB 2.0 കാണത്തുള്ളൂ. അതൊരു ബഡ്ജറ്റ് ചുരുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ആപ്പിൾ ഇപ്പോഴാണ് 3.0 വന്നത്. ഇത്രയും വർഷം 2.0 കടന്നിട്ട് ഇപ്പോഴാണ് 3.0 വന്നത്. അപ്പോൾ 2.0 തന്നെയാണ്. എന്തായാലും C പോർട്ട് വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിലാണ് മെയിൻ കാര്യം വരാൻ പോകുന്നത്. കാരണം ആപ്പിൾ ഇൻ്റലിജൻസ് വരുന്നുണ്ട്. ഈ പ്രാവശ്യം A18 ആണ് വെക്കുന്നത്. കാരണം A17 തൊട്ടേ ആപ്പിൾ ഇൻ്റലിജൻസ് വർക്ക് ആവത്തുള്ളൂ. അതുകൊണ്ട് A18 തന്നെ അവർ SE4ൽ ചൂസ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നല്ലൊരു പെർഫോമൻസ്, അവർ പണ്ടും പെർഫോമൻസിൽ A15 ഒക്കെയാണ് SE 3rd ജനറേഷനിൽ പോലും വെച്ചിരുന്നത്. അപ്പോൾ എന്തായാലും A18 എന്ന് പറഞ്ഞ പ്രോസസ്സർ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. പിന്നെ അവർ അപ്ഗ്രേഡ് ചെയ്തേക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 8 GB RAM ആണ്. അപ്പോൾ ആദ്യം ഇവിടെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. 8 GB RAM മിനിമം എങ്കിലും വരും. ഒരു 128 GB 256 GB സ്റ്റോറേജ് ഇങ്ങനെ കാണും. എന്തായാലും മിനിമം 8 GB ആക്കിയത് നല്ലൊരു കാര്യമായിട്ട് ആപ്പിൾ ഇൻ്റലിജൻസിന് വേണ്ടി അങ്ങനെയെങ്കിലും ചെയ്തല്ലോ. ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ IP റേറ്റിംഗ് കാണും. IP68 ആയിരിക്കും വരാൻ. 69 ഒക്കെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫീച്ചറായിട്ട് വെച്ചേക്കില്ല. 68 കാണത്തുള്ളൂ. കാരണം 16ൽ പോലും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. 16 Proയിലും 16 Pro Maxലൊന്നും കൊടുത്തിട്ടില്ല. ഡിസ്പ്ലേ വൈസ് ചെയ്ത് പ്രെറ്റി ഗുഡ്. കാരണം ഒരു നോച്ച് കയറിയ ഒരു ഡിസ്പ്ലേ ആണ്. എന്തായാലും 14ൻ്റെ ആ ഒരു ചേസ് വരുന്നതുകൊണ്ട് 14ൻ്റെ ഡിസ്പ്ലേ തന്നെ സെയിം OLED പാനൽ തന്നെയാണ് വരാൻ പോകുന്നത്. പിന്നെ ആപ്പിളിൻ്റെ കുറേ ഫീച്ചേഴ്സ്, ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ക്യാമറയിലും കാണും. അതുകൊണ്ടാണ് അവർ A18 വെച്ചതും 8 GB റാമിലോട്ട് അപ്ഗ്രേഡ് ചെയ്തത്. പിന്നെ ഇവിടെ വരാൻ പോകുന്നത് 5G മോഡെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ 5G മോഡം തന്നെ ആയിരിക്കും വെക്കാൻ പോകുന്നത്. അവർ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ആപ്പിളിൻ്റെ 5G മോഡം തന്നെയാണ് അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓൺ 5G മോഡം, അവരുടെ കമ്പനിയുടെ തന്നെ 5G മോഡം യൂസ് ചെയ്യുന്നതുകൊണ്ട് Wi-Fi 6 എല്ലാം സെയിം തന്നെ കാണും. 6E കാണത്തില്ല, Wi-Fi 6 കാണത്തുള്ളൂ. എന്തായാലും പിന്നെ ഓവറോൾ നോക്കുമ്പോൾ ഹാർട്ടി ഫീഡ്ബാക്ക് എല്ലാ കാര്യങ്ങളും കാണും. പിന്നെ അലേ സ്ലൈഡർ കാണും. അതെന്തായാലും ആപ്പിളിൻ്റെ ഒരു ഫീച്ചർ അല്ല. അതെന്തായാലും ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. 14 വരുന്നുണ്ട്. ആ ചേസ് തന്നെ വരുന്നുണ്ട്. അതിലുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. USB-C പോർട്ട് ആക്കിയെന്ന് മാത്രമേ. പിന്നെ സിംഗിൾ ക്യാമറ ആക്കിയിട്ടുണ്ട്. അത് എങ്ങനെ ഡിസൈൻ വരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഫ്രണ്ടിൽ ഈ നോച്ച് വരും, അങ്ങനെ വരത്തുള്ളൂ. എന്തായാലും ഒരു സിംഗിൾ ക്യാമറ എന്നുള്ളത് ഉറപ്പാണ്. 40,000 to 50,000 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൽ കൂടാം, അതിൽ കുറയാം, പറയാൻ പറ്റത്തില്ല. എന്തായാലും 40ക്ക് താഴോട്ട് പോകാൻ താല്പര്യമില്ല. 40K എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഒരു ബഡ്ജറ്റ് ഫോൺ നമുക്ക് ഒരു പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ആപ്പിളിൻ്റെ ഈ ഒരു പ്രൈസിന് നല്ലൊരു മറ്റുള്ള ബ്രാൻഡുകളും ഉണ്ടെങ്കിൽ പോലും ഒരു 40,000 ആപ്പിളിൻ്റെ ഒരു ബഡ്ജറ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റും കൂടാണ്. എന്തായാലും ആപ്പിൾ വരായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ഇത് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2025 ഒരു പാതിയോടുകൂടി മാർച്ച് ഏപ്രിൽ ആ ഒരു സെഗ്മെൻറ്റിലേക്കേ വരത്തുള്ളൂ. ആ ഒരു സമയത്തൊക്കെ ഇത് ലോഞ്ച് ചെയ്യത്തുള്ളൂ. അത്രയൊക്കെയാണ് അറിയാൻ സാധിച്ചൊരു കാര്യം. ഇത്രയും അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു SE ഫോൺ വരുന്നു എന്ന് അവർ ഓൾറെഡി പറഞ്ഞു. എന്തായാലും ആപ്പിൾ കുറേ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വർഷത്തെ ലോഞ്ച് എന്ന് പറഞ്ഞാൽ ആദ്യം ഇതായിരിക്കും. പിന്നെ സെപ്റ്റംബറിൽ അവരുടെ 17 കാണും. അതുകൊണ്ട് മിക്കവാറും ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് SE 4th ജനറേഷൻ. ഇങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത്രയൊക്കെയുള്ളൂ പറയാൻ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക.